തട്ടവിട്ട് ഈ കുങ്കുമം വെച്ച് ഈ പട്ടി ഷോ കാട്ടി 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 തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഹൈന്ദവരെല്ലാവരും കൂടി ചേർന്ന് ചവിട്ടി പുറത്താക്കി. എന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവും ഇല്ലേ? ആരെ കാണിക്കാനാണ് ഈ പട്ടി ഷോ? അതും പോട്ടെ, ഇനിയിപ്പോൾ എന്താ പരിപാടി? കഞ്ഞി കുടിക്കാൻ ഇനി അടുത്ത പരിപാടി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ പട്ടി ഷോയാണോ? എന്നെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. അല്ല, അത് വരുമല്ലോ, സ്വാഭാവികമാണല്ലോ. കാരണം നീ ഈ പട്ടി ഷോ കാണിക്കുന്നത് തന്നെ കോഷിപ്പ് വരാനാണല്ലോ. അതുകൊണ്ട് അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. ഏത് ദൈവമാണ്? ഗുരുവായൂരപ്പനാണോ അതോ ഇസ്ലാം മതത്തിലെ ദൈവമാണോ? ഏത് ദൈവമാണ് പറ. ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ? കേട്ടു കേട്ടു കേട്ടു. നീ എന്തൊക്കെ കാട്ടിയാലും ഈ വേണ്ടാത്തരം തന്നെയല്ലേ കാട്ടുള്ളൂ. ഗുരുവായൂരപ്പന് കേക്കിന്റെ ആവശ്യമില്ല, ഗുരുവായൂർ പോയി കേക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾ ആരും ഗുരുവായൂർ പോയിട്ട് കേക്ക് മുറിക്കാറുമില്ല. പിന്നെ മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിന് ഒരിക്കലും ഗുരുവായൂർ പോയിട്ട് കേക്ക് മുറിക്കേണ്ട ആവശ്യവുമില്ല. ഏതൊരു മുസ്ലിമും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കേക്ക് മുറിക്കാൻ നിൽക്കൂല്ല. പിന്നെ നീ കാണിക്കണൊക്കെ ഉടായ്പ ഒരുപാടല്ലേ കാട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ആ കേക്കിന്റെ അകത്ത് മുട്ട ഇല്ലായിരുന്നു കേട്ടോ. ഈ പറയുന്ന ആൾക്കാരോടൊന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ, മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത്. മുട്ടയില്ലാത്ത കേക്ക് ഉണ്ടാവും, മുട്ടയുള്ള കേക്കും ഉണ്ടാവും. നീ ഇപ്പൊ ഗുരുവായൂർ ചെന്നിട്ട് മുട്ടയില്ലാത്ത കേക്ക് തന്നെയാ മുറിച്ചെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു ആചാരമില്ല. കേക്ക് മുറി എന്നൊരു ആചാരം ഗുരുവായൂർ അമ്പലത്തിലില്ല. ഗുരുവായൂരപ്പന് അത് ആവശ്യവും ഇല്ല. പിന്നെ എന്തിനാണ് അവിടെ ചെന്ന് ആ പട്ടി ഷോ കാട്ടിയത്? ആ പട്ടി ഷോ കാട്ടിയത് കൊണ്ടാണല്ലോ ഹൈന്ദവരായ എല്ലാ ജനങ്ങളും കൂടി ചേർന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നെ ചവിട്ടി പുറത്താക്കിയത്. നീ ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിലില്ലാത്ത കുറെ ആചാരങ്ങളെയാണല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ട് പട്ടി ഷോ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഹൈന്ദവർ അവിടെ ശ്രമിച്ചില്ല, നിന്നെ ചവിട്ടി പുറത്താക്കി. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് നീ എന്തെല്ലാം പൊട്ടിക്കോഷിച്ച് എന്തെല്ലാം വിവാദങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മുസ്ലിങ്ങളൊക്കെ ക്ഷമിച്ചു പോയി, പക്ഷെ ഹൈന്ദവരെ ക്ഷമിച്ചില്ല, നിന്നെ അപ്പം തന്നെ ചവിട്ടി പുറത്താക്കി. ഇത്രയേ ഉള്ളൂ. മുട്ടയുള്ള കേക്കാണോ മുട്ടയില്ലാത്ത കേക്കാണോ എന്നല്ല അവിടെ വിഷയം. ഗുരുവായൂർ അമ്പലത്തിൽ മുട്ടയുടെ കേക്കിന്റെ ആവശ്യമില്ല, അതാണ് അവിടെ വിഷയം. ഇപ്പൊ അതല്ല, മുട്ടയല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ? ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത്? അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ അടുത്ത ഡേറ്റ് നിങ്ങൾ കണ്ടോ? നീ ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തിക്ക് കേക്ക് മുറിച്ചാലും ശരി, ശ്രീകൃഷ്ണ ജയന്തി അല്ലാതെ കേക്ക് മുറിച്ചാലും ശരി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി കേക്ക് മുറിച്ചത് ഒരു പട്ടി ഷോ തന്നെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ഇല്ലാത്ത ഒരു ആചാരത്തെ നീ അവിടെ കൊണ്ട് ഉണ്ടാക്കാൻ നിന്നത് ഹൈന്ദവരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് 100% സത്യം. പിന്നെ ഹൈന്ദവരായ ജനങ്ങൾ നിനക്കവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലം തന്നപ്പോൾ നീ അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. കിടന്ന് ഉരുളൽ മാത്രമല്ല, ഒരു വർഗീയത ഉണ്ടാക്കി ഇസ്ലാം മതത്തെ കരിവാരത്തേക്കാനും നീ ശ്രമിച്ചു. അപ്പം നിനക്ക് ഗുരുവായൂരപ്പൻ തന്നെ, നിന്റെ ഭാഷയിൽ പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെ നിനക്ക് 8ന്റെ പണി തന്ന് ആ അമ്പലത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഇനി നീ എന്തൊക്കെ ഇട്ട് വെളുപ്പിച്ചാലും ന്യായീകരിച്ചാലും നീ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അന്യരുടെ മതത്തിൽ കയറിയിട്ട് അവരുടെ തലയിൽ കയറിയിരുന്ന് തൂറുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ പട്ടി ഷോ, അത് നിർത്തിയില്ലെങ്കിൽ ഇനി നിനക്ക് 8ന്റെ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് മോളെ. എന്തിനാണ് അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത്? കേക്ക് കട്ട് ചെയ്യേണ്ടത് വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്നെ ഞാനാക്കിയ അല്ലെ എന്നിലൊരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് മുറിക്കണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം ചെയ്തു പോയതാണ്. നിന്റെ ഈ കൊഞ്ചിയ സംസാരവും ഈ പട്ടി ഷോയും ഈ വായ് വിളിച്ച നുണ പറയുന്ന ഈ പട്ടി ഷോയും ഈ തള്ളിമറിക്കലും ഗുരുവായൂരപ്പന് സഹിക്കാൻ പറ്റാതായപ്പോൾ നിന്നെ ആളാക്കി എന്ന് പറഞ്ഞ ആ ഗുരുവായൂരപ്പൻ തന്നെ നിന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി. ശല്യം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഗുരുവായൂരപ്പൻ ആ കടും കൈ ചെയ്തത്. ഇനി നീ ജീവിക്കുകയാണെങ്കിൽ ചോറ്റാനിക്കര വെക്കോ. ചോറ്റാനിക്കര ദേവി ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ ചോറ്റാനിക്കര ദേവിയുടെ പടം വരച്ചിട്ട് ഇനി അവിടെ കുറച്ച് തള്ളി അങ്ങ് മറിച്ചാളാം. പിന്നെ നീ ഇപ്പം എന്താ പറഞ്ഞത്? നിന്നെ ആളാക്കിയ ഗുരുവായൂരപ്പൻ, അതായത് ശ്രീകൃഷ്ണൻ. പൊന്നാരമൂത്ത് തീട്ടമേ, ജനിച്ച് വളർന്ന ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്ന് പേര് വെച്ച് ബിസ്മി ചൊല്ലി ബാങ്ക് കൊടുത്ത് അല്ലേ, അങ്ങനെയൊക്കെയാണല്ലോ
അങ്ങനെയൊക്കെ വളർന്ന് വലുതായി തിന്ന് കൊഴുത്തെടുത്ത് തടി വെച്ച് വീർത്ത് നെകിളിച്ച നിനക്ക് ആ മതത്തോട് ഒരു ബന്ധതയുമില്ല, ഒരു ബാധ്യതയോ ഒരു സ്നേഹമോ ഒരു മണ്ണാങ്കട്ടിയില്ല. ഈ ഗുരുവായൂരപ്പൻ്റെ പടം എന്ന് മുതൽ വരയ്ക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് നിനക്ക് ഗുരുവായൂരപ്പനോട് സ്നേഹം ഉണ്ടായത്. ഈ കുറച്ചു കാലമുള്ള ഈ ഗുരുവായൂരപ്പനാണ് നിന്റെ അസ്ഥിക്ക് പിടിച്ചത്. നിന്നെ ആരാക്കി എന്നാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. നിന്നെ എടുത്ത് ചുമലിട്ട് അടിച്ച് തേച്ചൊട്ടിച്ചു. അതാണ് ഗുരുവായൂരപ്പൻ ചെയ്തത്. മനസ്സിലായ? നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട സാധനത്തിന് ആ അമ്പലത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയല്ലോ. അതാണ് ഗുരുവായൂരപ്പൻ നിനക്ക് തന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. സ്വന്തം മതത്തെ സ്നേഹിക്കാൻ അറിയില്ല, ഇസ്ലാം മതത്തിൽ സ്നേഹിക്കാൻ അറിയില്ല, ഇസ്ലാം മതത്തെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ അറിയില്ല, മുഹമ്മദ് നബി പറഞ്ഞിരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത നീ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക. എന്താ വിചാരിച്ചത്? നീ അതിൻ്റെവരൊക്കെ പൊട്ടന്മാരാണ്. നിൻ്റെ ഈ പട്ടി ഷോ കാണിച്ച് നിൻ്റെ ഈ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം കേട്ട് അതിലങ്ങ് മയങ്ങി വീഴുന്ന മുതുകിളവി. ഇനി പൊക്കോ, ചോറ്റാനിക്കര വിട്ടോ, അവിടെ എന്തെങ്കിലും വകുപ്പുന്ന നോക്ക്.